അപ്പുറത്ത് അത് വെളിയ ഗ്രൗണ്ടിൽ വിഷ്ണു സുരേഷ് ഉണ്ട്. വെളിയിൽ ഗ്രൗണ്ടില് ഔട്ടറിങ്. അപ്പൊ ആരാണ് അയാൾ? അയാൾ വിഷ്ണു സുരേഷ്. വിഷ്ണുടാ മുത്തേ പൊന്നെ പറടാ എന്താടാ സംഭവിക്കുന്നത്? നിനക്ക് ഇരിക്കട്ടെ ഒരു ഹാപ്പി ന്യൂ ഇയർ. അതെ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, വിഷ്ണു സുരേഷ് ശരിയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഇത് അല്പസമയത്തിന് 12 മണിയോടുകൂടി ഇത് കത്തി അമരാൻ വേണ്ടി പപ്പാഞ്ഞിയൊക്കെ തയ്യാറായിട്ടുണ്ട്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വലിയ സന്തോഷമാണ്. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി ഒരു സിറ്റി അല്ല, അതൊരു ഇമോഷൻ ആണെന്ന് എപ്പോഴും പറയും. അതൊരു വികാരമാണ്. ആ വികാരം ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ദിവസമാണ് ഈ പറയുന്ന 31-ാം തീയതി. ആ 31-ാം തീയതി അതിന്റെ എല്ലാ ആഘോഷത്തിലേക്ക് ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ എല്ലാ മേഖലകളിലും ഓരോ വീടിന്റെ ടെറസിലുമാണ് ഫോർട്ട് കൊച്ചിക്കാർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ആ ആഘോഷം ഇപ്പോൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തേക്ക് അല്പസമയത്തിനകം എത്തും. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 3 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഈ വെളി ഗ്രൗണ്ടിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ കൂടിയാൽ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് ആകൃഷ്ടരായി എത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു 3 ലക്ഷം പേര് എത്തുമായിരിക്കും. 100% ഫോർട്ട് കൊച്ചിയിലേക്ക് ഇപ്പോൾ വരുന്ന മൂവ്മെന്റ് വളരെ ശക്തമാണ്. അപ്പോൾ നമുക്ക് ചിന്തയ്ക്ക് അതീതമായ ആൾക്കാർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ തന്നെ എലിമിനേഷനും അതിൻ്റെ ലൈറ്റുകളും ട്രീയും എല്ലാം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ പക്കയാണെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് തർക്കമില്ല. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ പോലെ ഒരു 3 ലക്ഷം പേര് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കില്ല. ചരിത്ര ന്യൂ ഇയർ ആഘോഷമായി മാറാൻ പോവുകയാണ് ഗാലാഡി കൊച്ചിയുടെ ഈ വെളി ഗ്രൗണ്ടിലുള്ള ഈ പപ്പാഞ്ഞി കത്തിക്കൽ. അതെന്തായാലും വലിയ തിരക്ക്, വലിയ ആരവമൊക്കെ ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.